നമസ്കാരം. ഉത്തർപ്രദേശിൽ രാഷ്ട്രീയം കളിക്കാൻ ഒരുങ്ങുകയാണ് എസ്.പിയും ബി.എസ്.പിയും. നമുക്കറിയാം, ഇന്ത്യ രാജ്യം ഏറ്റവും ഉറ്റുനോക്കുന്നത്, ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഉറ്റുനോക്കുന്നത് ഉത്തർപ്രദേശ് തന്നെയാണ്. അതായത് 71 സീറ്റുകൾ ബി.ജെ.പിക്ക് നൽകി ബി.ജെ.പിയുടെ അധികാര കസേര ഉറപ്പിക്കാനുള്ള കാരണം ഉത്തർപ്രദേശ് തന്നെയാണ്. അപ്പോൾ ആ ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് നേട്ടമുണ്ടാക്കേണ്ടത് അനിവാര്യ ഘടകമായിരിക്കുന്ന സാഹചര്യത്തിലാണ് എസ്.പിയും ബി.എസ്.പിയും നല്ല രാഷ്ട്രീയം കളിക്കാൻ ഒരുങ്ങുന്നത്. അത് എസ്.പിയും ബി.എസ്.പിയും മാത്രമായിട്ടല്ല, RLDയെയും ഒന്നിച്ചു ചേർത്തുകൊണ്ട് ഒരു സഖ്യമുണ്ടാക്കി തിരഞ്ഞെടുപ്പിന് നേരിടാനാണ്. ഇനി കോൺഗ്രസിനെ അങ്ങോട്ട് ക്ഷണിക്കുന്നുമില്ല. അതായത് മായാവതിയുടെ പിറന്നാളിൻ്റെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരെയൊക്കെ ക്ഷണിച്ചിരുന്നെങ്കിലും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ ക്ഷണിക്കാതെ മാറ്റി നിർത്തുന്നു. ലക്ഷ്യം വ്യക്തമാണ്. ബി.എസ്.പിയും എസ്.പിയും അവിടെ രാഷ്ട്രീയം കളിക്കുന്നു, തെറ്റില്ല. പക്ഷേ ബി.ജെ.പിക്കെതിരെ ഒരു വലിയ രീതിയിലുള്ള ഒരു ജനവിധി നിൽക്കുന്ന സാഹചര്യമാണ് ഉത്തർപ്രദേശിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ അവിടെ കോൺഗ്രസിനെ ഇറക്കി, ഒന്നെങ്കിൽ കോൺഗ്രസിന്റെ സഖ്യത്തിൽ ചേർത്ത് അവർക്കൊരു സീറ്റ് നൽകി ഒരു മാന്യത കാണിക്കേണ്ടത് എസ്.പിയുടെയും ബി.എസ്.പിയുടെയും ഒക്കെ ഒരു കടമ തന്നെയാണ്. കാരണം ഇന്ത്യ രാഷ്ട്രീയത്തിൽ ബി.ജെ.പിയെ നേരിടേണ്ടത് ഈ സഖ്യങ്ങളുടെയൊക്കെ ആവശ്യമായി കണക്ക് കൂടുമ്പോൾ എസ്.പിയും ബി.എസ്.പിയും RLDയെയും കൂട്ടിച്ചേർത്ത് കോൺഗ്രസ് ബി.ജെ.പി വിരുദ്ധ ഒരു സഖ്യത്തിനെ യു.പിയിൽ ഉണ്ടാക്കിയെടുക്കുന്നു. അതായത് നേരത്തെ അവിടെ എസ്.പിയും ബി.എസ്.പിയും ഒക്കെ ആയിരുന്നു അവിടെ വാഴ്ന്നിരുന്നെങ്കിലും പെട്ടെന്ന് ബി.ജെ.പിയുടെ ഒരു കടന്നുകയറ്റം വന്നതോടുകൂടി 71 സീറ്റുകൾ ബി.ജെ.പിക്ക് പോയതോടുകൂടി അവരവിടെ ഇല്ലാതെയായിരിക്കുന്നു. എന്നാൽ കോൺഗ്രസിനെ ഇവര് സഖ്യത്തിൽ കൂട്ടാതെ മാറ്റി നിർത്തുന്നു. അത് വേറെ അജണ്ടകളാണ് അതിന് പിന്നിലുള്ളത്. പക്ഷേ കോൺഗ്രസ് അവിടെ ബി.എസ്.പിയും എസ്.പിയും നേരിടാൻ വേണ്ടി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഒരു പ്ലാൻ ബി അവിടെ ഒരുക്കിയിരിക്കുകയാണ്. അതായത് ബൂത്ത് തലത്തിൽ ഇപ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ചെയ്യുന്നത് പോലെ തന്നെ, പക്ഷെ ബൂത്ത് തലത്തിൽ അടിയുറച്ച തീരുമാനങ്ങൾ ഉണ്ടാക്കി ബൂത്ത് തലങ്ങളിൽ നിന്ന് തന്നെ അവിടുത്തെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് ശക്തമായിട്ടുള്ള ഒരു പദ്ധതി ബി.എസ്.പിക്കും എസ്.പിക്കും ഇടയിൽ കോൺഗ്രസ് നടത്താൻ വേണ്ടി പോവുകയാണ്. അതിൽ നിന്ന് വ്യക്തമാകുന്നത് ബി.എസ്.പിക്കും എസ്.പിക്കും മുൻതൂക്കമുള്ള മണ്ഡലങ്ങളിലൊക്കെ ചിലപ്പോൾ കോൺഗ്രസ് ബി.എസ്.പിക്കോ എസ്.പിക്കോ വോട്ട് നൽകുമായിരിക്കും. അങ്ങനെയുള്ള തീരുമാനമാണെങ്കിലും ബി.ജെ.പിക്ക് ഭൂരിപക്ഷം കിട്ടുന്ന സ്ഥലങ്ങളിൽ ശക്തമായിട്ടുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് ശക്തമായ തിരിച്ചടി ബി.ജെ.പിക്ക് നൽകാനുള്ള ഒരു ഒരുക്കത്തിന്റെ ഭാഗമായിട്ടാണ് പ്ലാൻ ബിയുമായി രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നത്. ഈ പ്ലാൻ ബി തീർച്ചയായും പറഞ്ഞു കഴിഞ്ഞാൽ അടിവേരിൽ നിന്ന് തുടങ്ങുന്നത് കൊണ്ട് തന്നെ, ആ അടിവേര് ഉറക്കുന്നത് കൊണ്ട് തന്നെ പ്രചരണങ്ങളിൽ ശക്തമായിട്ടുള്ള തിരിച്ചടി ബി.ജെ.പിക്ക് നൽകാൻ വേണ്ടി സാധിക്കും. കാരണം ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പിയെ മാറ്റി നിർത്താനാണ് അവിടുത്തെ ജനങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. പോലീസ് ഓഫീസറുടെ കൊലപാതകമായാലും ഇറച്ചിയുടെ പേരിലുള്ള മനുഷ്യന്മാരുടെ കൊലപാതകമായാലും എല്ലാം കൊണ്ടും ഉത്തർപ്രദേശിൽ ബി.ജെ.പിക്കെതിരെയുള്ള ഒരു ജനവിധി 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ബി.എസ്.പിയും എസ്.പിയും കട്ട രാഷ്ട്രീയം കളിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ആ രാഷ്ട്രീയത്തിന് പ്ലാൻ ബി കൊണ്ട് നേരിടാൻ ഒരുങ്ങുകയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സംഘം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.